അങ്കണവാടി അധ്യാപികയ്ക്ക് ജോലിക്കിടെ സൂര്യാതപമേറ്റ് പരുക്കേറ്റിട്ടുണ്ട് എന്ന വാർത്ത. അതിന്റെ വിവരങ്ങളാണ് വർഷ ഗിരീഷ് നൽകുന്നത്. വർഷ, എങ്ങനെയുണ്ട് ഈ ടീച്ചറുടെ ആരോഗ്യനില? ഇത്തരത്തിൽ കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ആ മേഖലയിൽ കനത്ത ചൂടാണല്ലോ. അനുജ, സുഹേൽ, അനില ടീച്ചർക്ക് ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം തൂണേരിയിൽ ഒരു അംഗനവാടിയിലെ ഹെൽപ്പർക്കും സമാനമായ രീതിയിൽ സൂര്യാതപമേറ്റിരുന്നു. അനില ടീച്ചർക്ക് സൂര്യാതപമേറ്റത് ജോലി ചെയ്യുന്നതിനിടെയാണ്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സംഭവം. അനില ടീച്ചർ ഈ തൂണേരി ബ്ലോക്കിലെ വളയം ചെറുമോത്ത് അംഗനവാടിയിലെ അധ്യാപികയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെയാണ് ഈ അധ്യാപികയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. ഛർദ്ദിക്കാൻ വരികയും അതേപോലെ തന്നെ കഠിനമായ ക്ഷീണം ഉണ്ടാവുകയും അതോടൊപ്പം ശരീരമാകെ ചുട്ടുപൊള്ളുന്ന അനുഭവം ഉണ്ടായി എന്നുമാണ് അനില ടീച്ചർ തന്നെ പറയുന്നത്. ശേഷം കൈത്തണ്ടയിലേക്ക് നോക്കിയപ്പോൾ പൊള്ളിയെ പോലുള്ള ഒരു കുമിള പാട് കണ്ടു. ഇതോടുകൂടിയാണ് വളയം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയത്. എന്തായാലും അനില ടീച്ചർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും അനില ടീച്ചർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഈ അംഗനവാടിയുടെ കാര്യമാണ്. തൂണേരി ബ്ലോക്കിലെ വളയം ചെറുമോത്ത് അംഗനവാടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അംഗനവാടിയിൽ ഫാൻ ഉൾപ്പെടെ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ചൂടുണ്ട് എന്നുള്ളതാണ് ഈ അധ്യാപകർ പറയുന്നത്. സ്കൂളുകൾക്ക് വെക്കേഷൻ കാലമാണ്. അംഗനവാടികളും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മുൻകരുതലൊക്കെ എടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഈ പറയുന്ന അധികാരികൾ ഒരുക്കണം. ഈ പറയുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.